ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മെതിയടിയാണ്. ഇതിൽ പല ആൾക്കാരും കാണുന്നവർ പല ആൾക്കാരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആക്കിയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇത് കാണാത്തവർക്കും ഉപയോഗിക്കാത്തവർക്കും വേണ്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ആരും എങ്കിൽ പോലും. ഇത് പഴയ കാലത്ത് ഈ കോലത്തും തറവാടിലുള്ള ആൾക്കാർ മാത്രം, വയസ്സായ ആൾക്കാർ ഉപയോഗിച്ചതാണ്. സാധാരണക്കാർ ഉപയോഗിക്കലില്ല എന്നൊരറിവ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പഴയ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒക്കെ ഈ ആശാരിപ്പണി എടുക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ പോയി കോലത്തോ അല്ലെങ്കിൽ തറവാടുകളിൽ പോയി അളവെടുത്തിട്ട് ആക്കി കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ആക്കി നോക്കാം. ഇപ്പം നമ്മളെടുത്ത ഈ രണ്ട് പലകണ്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ കനമുണ്ട് ഈ സാധനത്തിന്. പലക രണ്ടെണ്ണം ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കാൽപാദത്തിന് എത്രയാണ്, നമ്മുടെ സൈസ് എത്രയാണ് ചെരുപ്പിൻ്റെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ആകൃതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടാകുമ്പോൾ അതിനുശേഷം നമ്മൾ പേന ഉപയോഗിച്ചിട്ട് ഇത് ഈ മരത്തിന് മുകളിൽ മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി വരച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ നമുക്ക് സുഖമായി കട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇതേപോലെ രണ്ട് പലകയുടെ മുകളിലും മരത്തിൻ്റെ മുകളിലും നമ്മൾ ചെയ്യണം. ചുറ്റും വരച്ചു കൊടുക്കുക. പിന്നെ ആ മെതിയുടെ മുട്ട് വരുന്നെടുക്കാതെ ഹോൾ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഡ്രില്ല് ചെയ്ത് മാറ്റേണ്ടതാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചിത് ഈ പലകയുടെ മുകളിൽ വെക്കുക. ഒറ്റ പേപ്പർ മതി, അപ്പോൾ രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും. ഇതും അതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇതും ചുറ്റും മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്ത ഭാഗങ്ങൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വലിയ ടൂളൊന്നും നമ്മളെ ഇല്ല, ഒരു ഉളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെത്തി മാറ്റാം. വരച്ചതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നേരം ഈ രണ്ട് ചുണ്ട് പിടിപ്പിക്കണം. ഈ രണ്ട് ചുണ്ട് കൂടി പിടിപ്പിക്കാണ്ട് നമുക്ക് ചുണ്ടും പിന്നെ പോളിഷ് വർക്കും. നമുക്ക് ഇനി ആ വർക്കിലോട്ട് പോയാലോ. അപ്പോൾ നമുക്കിനി രണ്ട് മുട്ട് എടുക്കണം. ഈ ചുണ്ടിൻ്റെ മുകളിൽ വെക്കാൻ രണ്ടെണ്ണം വേണം. അത് നമുക്കിത് ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഷേപ്പിൽ രണ്ടെണ്ണം വേണം. ഇനി നമുക്ക് ഈ മരത്തിൻ്റെ പീസ് ഈ സാൻഡ് പേപ്പറിൻ്റെ മുകളിൽ ഉരച്ച് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കണം.
അപ്പം നമ്മളിപ്പോൾ 2 ചുണ്ടും അതിൻ്റെ മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു ഹോൾ ഇടണം. ഇതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇതിങ്ങനെ ഇതിൽ കയറ്റി വെച്ച് ഇതിങ്ങനെ മുകളിൽ ഫിക്സ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ബാക്കിൽ ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പീസെല്ലാം ഒട്ടിച്ച് ഈ ഷേപ്പിലാക്കി എടുത്തു. അടുത്ത നമുക്ക് ഈ ഹോളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇത് നന്നായി ഉറപ്പിച്ചെടുക്കുക. ശരിക്കും ഉറപ്പിച്ചെടുക്കുക. ഇപ്പോൾ പശയ്ക്ക് നന്നായി ഉണങ്ങിയത് ഇത് നമുക്കിപ്പോൾ ഒരു പുതിയ സാധനത്തിൻ്റെ ലുക്കുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി ഒരു പഴയ സാധനം പോലെ ആക്കാൻ വേണ്ടി നമുക്ക് ഗ്യാസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സാധനം കൊണ്ട് ഒന്ന് ചെറുങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു കറുത്ത നിറം കിട്ടും. ഒരു പഴയ ഒരു ലുക്ക് കിട്ടും. അതിനു വേണ്ടി നമുക്കിങ്ങനെ ചെയ്യാം. ഗ്ലാസ് എടുത്ത് ഇതുപോലെ നല്ലപോലെ കൊടുക്കാം. ഒരുപാട് ചെയ്താൽ കത്തിപ്പോവും. എല്ലാ ഭാഗത്തും ഇതുപോലെ കൊടുക്കാം. 2 സൈഡിലും കൊടുക്കണം. അതുപോലെ ഇപ്പുറത്തും കൊടുക്കാം. 2 മെതിയടിക്ക് ഇതേപോലെ നമുക്ക് കളറ് മാറ്റം വരുത്താം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം അല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.